രാമ ഹരേ ജയ രാമ ഹരേ 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 രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖല്ലേ? ഞാനിന്ന് എണീറ്റപ്പോൾ തന്നെ മോനെ കുറിച്ചായിരുന്നു ഓർത്തത്. നമ്മൾ എന്നും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ലേ? അങ്ങനെ ഓർത്തിരിക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോകും. മക്കൾ അടുത്തുള്ളപ്പോൾ വിഷമം തോന്നില്ല, അടുത്തില്ലാതാവുമ്പോൾ അത് വിഷമം തന്നെയാണ്. എന്നാൽ എപ്പോഴും നമ്മുടെ കൂടെ ഇരിക്കാൻ പറ്റുമോ? അവർക്കും അവരുടേതായ കാര്യങ്ങളില്ലേ? പ്രത്യേകിച്ച് നമ്മൾ ഒറ്റയ്ക്കാവുമ്പോഴാണ് ആ വിഷമം കൂടുതലായിട്ട് അറിയാം. എല്ലാം സഹിച്ചല്ലേ പറ്റൂ, അല്ലേ കൃഷ്ണ? അങ്ങാണല്ലോ എല്ലാം തീരുമാനിക്കുന്നത്. അങ്ങനെ തന്നെ നടക്കട്ടെ. അമ്മയുടെ അനുഗ്രഹം മക്കൾക്ക് ആപത്ത് വരാതിരിക്കാനും അഭിവൃദ്ധിക്കുമായിട്ടാണല്ലോ. അങ്ങനെ ഞാൻ രാമായണം വായിച്ചു തുടങ്ങി. അതിൽ ഒരു ശ്ലോകമുണ്ട്. അതായത് ശ്രീരാമൻ 14 വർഷത്തെ വനവാസത്തിനായിട്ട് പോകുമ്പോൾ അമ്മ കൗസല്യയോട് എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് അമ്മയെ നമസ്കരിക്കുമ്പോൾ കൗസല്യ സ്നേഹത്തോടെ ശ്രീരാമചന്ദ്രനെ മടിയിലേക്ക് ചേർത്ത് നിർത്തി ശിരസിൽ കണ്ണീർ കൊണ്ട് അഭിഷേകം ചെയ്തിട്ട് ആശീർവദിക്കുന്നുണ്ട്. എന്നിട്ട് അത് ദേവതകളോട് യാചിക്കുന്നതാണ് ആ ശ്ലോകം. അത് നമുക്ക് കേൾക്കാം. സൃഷ്ടികർത്താവേ വിരിഞ്ച പത്മാസന പുഷ്ടാദയാപ്തേ പുരുഷോത്തമ ഹരേ മൃത്യുഞ്ജയ മഹാദേവ ഗൗരീപദേ വൃത്രാരി മുമ്പായ ദിക്പാലകന്മാരേ ദുർഗേ ഭഗവതി ദുഃഖവിനാശിനി സർഗസ്ഥിതിലയകാരിണി ചണ്ഡികേ എൻ മകനാശു നടക്കുന്ന നേരവും കൽമഷം തീർന്നിരുന്നിടുന്ന നേരവും തന്മതി കെട്ടുറങ്ങിയിടുന്ന നേരവും സമ്മോദമാർന്നു രക്ഷിച്ചിടുവിൻ നിങ്ങൾ. ഇതമർത്തിച്ചു തൻ പുത്രനാം രാമനെ ബദ്ധബാഷ്പം ഗാഠഗാഠം പുണർന്നുടൻ 7 സംവത്സരം കാനനെ വസിച്ചാരാൽ വരികന്നനുവദിച്ചിടിനാൾ. അതായത് സൃഷ്ടികർത്താവേ ബ്രഹ്മദേവ, മഹാവിഷ്ണു, മഹാദേവ, ദിക്പാലകന്മാരെ, ദുഃഖനാശിനിയായ ദുർഗാദേവി, എൻ്റെ മകൻ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും നിങ്ങൾ അവനെ രക്ഷിച്ചിടണേ. ഇങ്ങനെ പറഞ്ഞിട്ട് തൻ്റെ മകനെ ഗാഠഗാഠം പുണർന്നുകൊണ്ട് കൗസല്യ പറഞ്ഞു, 14 വർഷം വനവാസത്തിന് ശേഷം എൻ്റെ അടുത്തേക്ക് വരണമെന്ന്. നമുക്ക് സുഖം കിട്ടുന്നു, സന്തോഷം കിട്ടുന്നു, ഇതെല്ലാം സ്ഥിരമായിട്ടുള്ളതല്ല. ആയുസ്സാണെങ്കിലോ ഈ ചുട്ടുപഴുത്ത ഇരുമ്പിന്മേൽ വെള്ളത്തുള്ളികൾ വീഴില്ലേ? അപ്പോൾ അതുപോലെ പെട്ടെന്ന് നശിക്കുന്നതാണ് മനുഷ്യജന്മം. പുത്രന്മാര്, മിത്രങ്ങൾ, ഭാര്യ തുടങ്ങിയവർ ചേർന്നുള്ള ജീവിതം അല്പകാലം മാത്രമേ നിലനിൽക്കുള്ളൂ. യൗവനമാണെങ്കിലോ എല്ലാ കാലവും നിലനിൽക്കില്ല. വാർദ്ധക്യത്തിലാണെങ്കിലോ എത്രയോ മോഹങ്ങൾ ബാക്കി വച്ചിട്ടാണ് ചിലർ മരിക്കുന്നത്. ശരീരമാണെങ്കിൽ രോഗങ്ങൾ വന്ന് നശിപ്പിക്കുകയും ചെയ്യും. മരണമെന്ന് പറയുന്നത് എപ്പോഴും മനുഷ്യൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. മോഹത്തെ ഇല്ലാതാക്കാനായിട്ട് ഞാൻ ദേഹമല്ല ആത്മാവാണെന്ന ബോധം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ഈ ശ്ലോകം എല്ലാ അമ്മമാർക്കുമായിട്ട് ഞാൻ സമർപ്പിക്കുന്നു. നന്ദി. ഹരേ രാമ.
ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ.